ഹലോ ഗൈസ്, നമ്മുടെ പിൻട്രസ്റ്റിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ക്രിസ്റ്റൽ ഡ്രോപ്പ് നെക്ലസ് ഉണ്ടാക്കി നോക്കിയാലോ. വെറും 15 മിനിറ്റ് കൊണ്ട് ഞാൻ 3 നെക്ലസ്സാണ് ഉണ്ടാക്കി നോക്കിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ, വായോ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തേക്കുന്നത് UV റെസിനും അതേപോലെ നമ്മൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന ടാഗും കൂടിയാണ്. അത് ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ഷീറ്റോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ആയാലും മതി. ഇതേപോലെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അത് കുറച്ചും കൂടി സെക്യൂർ ആയിട്ടിരിക്കും. അതിനുശേഷം നമുക്ക് ഡ്രോപ്സ് ആയിട്ട് ഇതേപോലെ റെസിൻ ഒഴിച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് ഞാൻ UV ലൈറ്റും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ ഒരു മോൾഡിൽ ഇതേപോലെ ഒരു ചെറിയ ഹാർട്ട് ഷേപ്പും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഞാനൊന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല രീതിക്ക് അത് പറിച്ചെടുത്തതിന് ശേഷം അത് മറച്ചിട്ട് വീണ്ടും അതിൻ്റെ മേലെ കൂടെ 2 സൈഡിലും നമുക്ക് റെസിൻ വെച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് നമ്മുടെ പുതിയ ചാനലാണ്. അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ. നമ്മുടെ ചാനലിൽ വേറെ കുറച്ച് ഷോർട്സും കൂടി ഇട്ടിട്ടുണ്ട്, അതും കൂടി ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തേതായിട്ട് നമുക്ക് വേറെ ഹാർട്ട് ഷേപ്പിൽ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മോൾഡ് എടുത്തിട്ട് അതിൽ റെസിനിൽ കുറച്ച് ആക്രിലിക് പെയിൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഹാർട്ട് ഷേപ്പാക്കി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിൽ ഒരു വലിയ ഹാർട്ടും കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അതെന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ മൊത്തം ഒരു നെക്ലസിന് വേണ്ടിയിട്ട് ഞാൻ 7 ഹാർട്ട്സാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളും അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അളവ് നോക്കിയിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് ഈ ടാഗ് 2 എണ്ണമായിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഇത് രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇത് ഒരുമിച്ചിടാലോ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇതേപോലെ ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് കറക്റ്റ് അതിൻ്റെ പൊസിഷനിൽ വെച്ചിട്ട് ഇതേപോലെ 2 എണ്ണം വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ വെച്ചത് സ്ഥാനം മാറിപ്പോവും. അതേപോലെ ഫസ്റ്റൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെയും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ ഹാർട്ട് ഷേപ്പ് നല്ല രീതിക്ക് നിൽക്കാൻ വേണ്ടി താഴത്ത് ചെറിയൊരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് സെക്യൂറായി വെച്ചിട്ടാണ് ഞാൻ അത് ഡ്രൈ ആക്കി എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഈ സെല്ലോ ടേപ്പ് ഒന്ന് പറിച്ച് കളഞ്ഞ് നമുക്ക് ഇതിന് കെട്ടാനുള്ള സംഭവങ്ങൾ ശരിയാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നോർമലായിട്ട് നമ്മൾ മാലയൊക്കെ കെട്ടണ പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കയ്യിൽ റെസിൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്കും ഗ്ലൗസും നിർബന്ധമായിട്ട് യൂസ് ചെയ്യാം. ഞാനത് യൂസ് ചെയ്തിട്ടില്ല, അതിനുള്ള കുറച്ച് പണിയൊക്കെ എനിക്ക് കിട്ടി. കുഞ്ഞു കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ പേരൻസിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടാവണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫൈനൽ ലുക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ബിസിനസ് ഐഡിയയും കൂടിയാണ്. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനിയും ഇതേപോലത്തെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. ക്ലേ ആർട്ടും ക്രാഫ്റ്റും അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.